ചോദ്യം നമ്പർ 451 ശ്രീ എം മുകേഷ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്ലീസ് ഓർഡർ. സർ, ഇപ്പോൾ പരിഗണനയിലില്ല. എന്നാൽ പ്രവാസി മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നു. ബി, പ്രവാസികാര്യ വകുപ്പിന് കീഴിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ ചുവടെ ചേർക്കുന്നു. ചികിത്സാ ധനസഹായ പദ്ധതികൾ: സാന്ത്വന പദ്ധതി, കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് മുഖേനയുള്ള ചികിത്സാ ധനസഹായം. പുനരധിവാസ പദ്ധതികൾ: നോർക്ക വകുപ്പ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ് NDPREM. പ്രവാസി ഭദ്രത: നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് NAME. വിശദാംശങ്ങൾ അനുബന്ധമായി ചേർക്കുന്നു. അനുബന്ധം 1 ചേർക്കുന്നു. സർ, സി, വിദേശത്ത് വെച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ മാരകമായി പരിക്കേൽക്കുന്നവർക്ക് ചികിത്സാ ധനസഹായവും ജീവൻ നഷ്ടപ്പെടുന്നവരുടെ ആശ്രിതർക്ക് മരണാനന്തര ധനസഹായവും അനുവദിച്ചു വരുന്നുണ്ട്. വിവിധ സഹായങ്ങൾ പദ്ധതികൾ ചുവടെ ചേർക്കുന്നു. 1, പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി. 2, നോർക്ക എമർജൻസി റിപ്പാട്രിയേഷൻ. 3, നോർക്ക എമർജൻസി ആംബുലൻസ് സർവീസ് പദ്ധതി. 4, സാന്ത്വന പദ്ധതി. 5, മരണാനന്തര ധനസഹായം. വിശദാംശങ്ങൾ അനുബന്ധം 2 ചേർക്കുന്നു. സർ, ഡി, കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചു വരുന്നു. അംഗങ്ങൾക്കായി ബോർഡ് നടത്തിവരുന്ന ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച് വിദേശത്തും സ്വദേശത്തുമുള്ള പ്രവാസികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും പദ്ധതികളുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ബ്രോഷറുകൾ, ലഘുലേഖകൾ എന്നിവ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി പ്രവാസികളുമായി ആശയവിനിമയം നടത്തുന്നതിനും ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രചരണം നൽകുന്നതിനും ശ്രമങ്ങൾ തുടർന്നു വരുന്നു. ശ്രീ എം മുകേഷ്. സർ, അടുത്ത ലോക കേരള സഭാ സമ്മേളനം നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട CM. സർ, ലോക കേരള സഭ ഒരു സമയബന്ധിതമായി നടക്കുന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ സ്വാഭാവികമായും ആലോചിക്കുന്നതാണ്. തീർച്ചയായും നടത്തുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ജർമ്മനിയിലേക്ക് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിന് നോർക്ക ജർമ്മൻ ഫെഡറേഷൻ എംപ്ലോയ്മെൻറ്റ് ഏജൻസിയുമായി ധാരണയിലെത്തിയിട്ടുണ്ടോ? ഇതിനകം ജർമ്മനിയിൽ എത്ര പേർ എത്തിയിട്ടുണ്ട്? ബഹുമാനപ്പെട്ട CM. സർ, 625 നഴ്സിംഗ് പ്രൊഫഷണലുകൾ ഇതിനകം ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുത്ത 881 പേരുടെ ജർമ്മൻ ഭാഷാ പഠനം പൂർത്തിയായി വരികയാണ്. ശ്രീ KT ജലീൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ AC മൊയ്തീൻ. തിരികെ എത്തിയ പ്രവാസികൾക്കായി അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ നോർക്ക റൂട്ട്സിൻ്റെ പദ്ധതി അങ്ങോട്ട് വിശദീകരിക്കുകയുണ്ടായി. NDPREM എന്നുള്ള പദ്ധതി. ഇതിൻ്റെ ഭാഗമായി സംരംഭങ്ങൾ ആരംഭിച്ചവരുടെ ആ സംരംഭങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുമോ? അതിനെക്കുറിച്ചുള്ള വല്ല പരിശോധനയും നടത്തിയിട്ടുണ്ടോ? സാമ്പത്തികമായി ബാങ്കുകൾ തുടർന്ന് വർക്കിംഗ് ക്യാപിറ്റൽ നൽകുന്ന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് സാർ അവർ അഭിമുഖീകരിക്കുന്നത്. അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുക. സർ, ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. ഇപ്പോൾ NDPREM അതിൽ സംരംഭങ്ങൾ തുടങ്ങാനായി 30 ലക്ഷം വരെയുള്ള പദ്ധതികൾക്ക് 15% മൂലധന സബ്സിഡി, പരമാവധി 3 ലക്ഷം വരെ 4 വർഷത്തേക്കാണ്. 3% പലിശ സബ്സിഡിയും ഈ പദ്ധതി മുഖേന നൽകുന്നുണ്ട്. 19 ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങളുടെ സംസ്ഥാനത്തെ 7000-ലധികം ശാഖകൾ വഴി സേവനം ലഭിക്കുമെന്നാണ് പ്രത്യേകത. സർ, ഇവിടെ 2016 ഏപ്രിൽ മുതൽ 2021 വരെ എടുത്താൽ 6151-ലധികം സംരംഭങ്ങളും 2021 ഏപ്രിൽ മുതൽ 2025 മാർച്ച് 10 വരെ 4375 അധികം പ്രവാസി സംരംഭങ്ങളും, അങ്ങനെ ആകെ 10526 പ്രവാസി സംരംഭങ്ങൾക്ക്
ഈ പദ്ധതി വഴി NDPREM പദ്ധതി വഴി ആരംഭിക്കാനായിട്ടുണ്ട്. ഇതിലൂടെ മൂലധന സബ്സിഡി ഇനത്തിൽ 90,31,00,000 രൂപയും പലിശ സബ്സിഡി ഇനത്തിൽ 16,06,00,000 രൂപയും വിനിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം സബ്സിഡിയായി നൽകിയ തുക 106,38,00,000 രൂപയാണ്. ശ്രീ ടി ഐ മധുസൂദനൻ. സർ, കേരള സർക്കാർ മുൻകൈയിൽ നോർക്ക റൂട്ട്സ് മുഖേന വിദേശത്ത് നല്ല നിലയിൽ തൊഴിൽ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിനുള്ള പരിശ്രമമാണ് നടന്നു വരുന്നത്. വിദേശ തൊഴിൽ തട്ടിപ്പ് തടയാൻ ഏതൊക്കെ നിലയിലുള്ള സംവിധാനങ്ങളാണ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ബഹുമാനപ്പെട്ട CM. സർ, ഇതിൽ ഒട്ടേറെ വിദേശ രാഷ്ട്രങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ പദ്ധതി എന്ന നിലക്ക് സംസ്ഥാനത്തുള്ളവരെ ഇതുപോലൊരു ഔദ്യോഗിക ഏജൻസി മുഖേന റിക്രൂട്ട് ചെയ്യുന്നതിൽ പല രാജ്യങ്ങളും നല്ല താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള ഓഫറുകൾ പലയിടങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീ NK അക്ബർ. സാർ, മികച്ച തൊഴിൽ നൈപുണ്യമുള്ളവരാണ് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരെന്ന് ഇതിനകം തന്നെ മതിപ്പ് നേടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരെ നോർക്ക വഴി UK-യിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന പദ്ധതി കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് സർക്കാരിന് പദ്ധതിയുണ്ടോ? വിശദമാക്കാമോ? യെസ് മിനിസ്റ്റർ. CM. സർ, ഇവിടെ വിപുലപ്പെടുത്താൻ തന്നെയാണ് പദ്ധതി. അതിൻ്റെ ഭാഗമായി ഒരു പ്രശ്നം വരുന്നത് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഭാഷ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഭാഷാ പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ എളുപ്പത്തിൽ ആ രാജ്യങ്ങളിൽ ജോലി ലഭിക്കാനിടയാകും. അതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. ശ്രീ UA ലത്തീഫ്. കോഴിക്കോട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് മാത്രം നെടുമ്പാശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും പോകുന്നവരെക്കാൾ 40,000 രൂപയോളം അധികം വിമാന ടിക്കറ്റ് നൽകണം സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെട്ട് പരിഹാരം കാണാൻ വേണ്ടി പരിശ്രമിക്കുമോ? യെസ്. മുഖ്യമന്ത്രി ഇടപെട്ടാൽ പരിഹാരം കാണുന്ന പ്രശ്നമല്ല അത്. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലക്ക് ആ പ്രശ്നം നമുക്ക് ഉന്നയിക്കാം. നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്, ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉന്നയിക്കാത്തവരാരുമില്ല. പക്ഷേ അതിന് പരിഹാരമില്ല എന്ന് മാത്രം. ഇനിയും ഉന്നയിക്കാം. ശ്രീ വി ജോയ്. സാറേ, നന്നായിട്ടാണ് പ്രവാസി ക്ഷേമനിധിയുടെ പ്രവർത്തനം നടക്കുന്നത്. ചില അവസരങ്ങളിലെങ്കിലും അത് മുടങ്ങിപ്പോവുകയോ അതല്ലെങ്കിൽ പുതുതായിട്ട് ചേരാനോ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ചില സന്ദർഭങ്ങളിൽ അവർക്ക് അനുവാദം കൊടുക്കുന്നുണ്ട്. അത് ഇനിയും അനുവാദം കൊടുക്കുമോ എന്നുള്ളതാണ് സാർ. യെസ്. മുൻകാലങ്ങളിൽ ഒന്നുകൂടി ആവർത്തിക്ക ചോദ്യം. ക്ഷേമനിധിയിൽ സർ, ഇതിൽ നാം കാണേണ്ടത് ഗുരുതരമായ രോഗം ബാധിച്ച അംഗങ്ങളുടെ ചികിത്സക്ക് ഒരംഗത്തിന് മുഴുവൻ അംഗത്വ കാലയളവിൽ 50,000 രൂപ എന്ന പരിധി വെച്ചുകൊണ്ടാണ് ചികിത്സാ ധനസഹായം അനുവദിക്കുന്നത്. അത് സാധാരണഗതിയിൽ നല്ല നിലയിൽ തന്നെ നടന്നു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. ഇതിനകത്ത് സാന്ത്വന പരിപാടിയുടെ ഭാഗമായി പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ മടങ്ങിയെത്തുന്ന സാമ്പത്തികവും ശാരീരികവുമായി അവശത അനുഭവിക്കുന്ന പ്രവാസി കുടുംബങ്ങളുടെ സഹായത്തിനാണ് ഒരു സമാശ്വാസ പദ്ധതി എന്ന നിലയ്ക്ക് ഈ സാന്ത്വന പരിപാടി തുടങ്ങിയിട്ടുള്ളത്. ഈ പദ്ധതി മുഖേന മരണാനന്തര ധനസഹായം, ചികിത്സാ ധനസഹായം, വിവാഹ ധനസഹായം, അംഗപരിമിത പരിഹാര ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായം അങ്ങനെയൊക്കെ നൽകി വരുന്നുണ്ട്. ഇതിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയുക 2016-2021 കാലയളവിൽ 15,956 കുടുംബങ്ങൾക്ക് 95,26,00,000 രൂപയുടെ ധനസഹായം നൽകിയിട്ടുണ്ട്. 2021 മുതൽ 2025 മാർച്ച് 10 വരെ എടുത്താൽ 17,502 പ്രവാസി കുടുംബങ്ങൾക്ക് 106,48,00,000 രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. ഇതേവരെ മൊത്തം കണക്കെടുത്താൽ 33,458 പ്രവാസി കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല നിലക്ക് ആ പദ്ധതികൾ
നടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ശ്രീ സജീവ് ജോസഫ്. സർ, അനേകം നമ്മുടെ സഹോദരിമാർ വിദേശ രാജ്യങ്ങളിലേക്ക് വീട്ടുജോലിക്കായി ഏജന്റുമാർ മുഖേന പണം കൊടുത്തു പോവുകയാണ് സർ. അവർ ആഗ്രഹിച്ചതുപോലെ ജോലിയോ വേതനമോ ലഭിക്കാതെ വരുമ്പോൾ അവർ തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ്. നാട്ടിലേക്ക് തിരികെ വരാൻ കഴിയാതെ അവർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട് സർ. സർ, ഇക്കാര്യത്തിൽ എംബസിയുടെ ഇടപെടൽ പലപ്പോഴും നമ്മൾ വേണ്ടതുപോലെ ആകുന്നില്ല. പരാതികളുണ്ട് സാർ. ഇക്കാര്യത്തിൽ വിദേശത്തേക്ക് പോകുന്ന ആളുകൾക്ക്, ഇത്തരത്തിൽ പോകുന്ന ആളുകളെ അവർക്ക് ബോധവൽക്കരണവും അവരുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനുള്ള നടപടികൾ സർക്കാർ ആലോചിക്കുമോ? സർ, ഇതൊരു ഗൗരവമായ പ്രശ്നമാണ്. നമ്മുടെ സഹോദരിമാരിൽ പലരും ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വല്ലാത്ത വിഷമം അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇക്കാര്യത്തിൽ ബോധവൽക്കരണ നടപടികൾ നമ്മൾ തുടർച്ചയായി സ്വീകരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും നല്ല പരിഹാര മാർഗം ഏതൊരു വിദേശ രാജ്യത്ത് ജോലിക്ക് ചെല്ലുമ്പോഴും ആ ജോലി സ്വീകരിക്കുന്നവർക്ക് എംബസി മുഖേന ഒരു സൗകര്യമൊരുക്കുക എന്നുള്ളതാണ്. എംബസിയുമായി ബന്ധപ്പെടാൻ സാധിക്കണം. അപ്പോൾ എവിടെയാണോ തൊഴിൽ ചെയ്യേണ്ടത് ആ തൊഴിൽ ഉടമ എംബസിയുമായി ബന്ധപ്പെട്ട് ഈ ആളെ സ്വീകരിക്കുന്ന നില വരണം. അപ്പോൾ ഒരു മറ്റ് തട്ടിപ്പുകളോ ഇവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കലോ മറ്റ് പ്രയാസങ്ങളോ ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എംബസിയുടെ ഒരു ഉത്തരവാദിത്തമായിട്ടും വരും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ പൗരരുടെ കാര്യത്തിൽ ഇത്തരമൊരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ് ഇതേവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. വിവിധ ഘട്ടങ്ങളിൽ ഈ ആവശ്യം ഉന്നയിച്ചതാണ്. ഇനിയും ആ ആവശ്യം നമുക്ക് കൂട്ടായി ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ കെ വിജയൻ. അങ്ങോടെ തന്ന മറുപടിയുടെ തുടർച്ചയാണ് ചോദ്യം. നമ്മുടെ വനിതകളുടെ ബോധവൽക്കരണത്തോടൊപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോർക്ക റൂട്ട്സിൻ്റെ വനിതാ സെൽ പൂർണ്ണസജ്ജമായിട്ടുണ്ടോ? അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്? ബഹുമാനപ്പെട്ട CM. നോർക്ക റൂട്ട്സ് വനിതാ സർ, നോർക്ക റൂട്ട്സിൽ നല്ല രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതിനകത്ത് മറ്റ് പ്രയാസങ്ങൾ ആർക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. വിവിധ തരത്തിലുള്ള പദ്ധതികൾ നോർക്ക റൂട്ട്സ് മുഖേന ഈ പ്രവാസികളുടെ കാര്യത്തിൽ, അങ്ങോട്ട് പോകുന്ന പ്രവാസികളുടെ കാര്യത്തിൽ ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതും കാണാൻ നമുക്ക് സാധിക്കും. ഇനി കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് നടപടികൾ സ്വീകരിച്ചു വരുന്നത്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ദീർഘകാലം പ്രവാസ ജീവിതത്തിന് ശേഷം അവർ നാട്ടിലേക്ക് ആരോഗ്യവാന്മാരായി മടങ്ങി വരുമ്പോൾ അവരുടെ ഒരു നീണ്ട കാലത്തെ എക്സ്പീരിയൻസിനെയും അതിൽ തന്നെ സ്കിൽഡായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ സ്കില്ലിനെയും കേരളത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഉപയോഗിക്കുവാൻ, അവരെ ഓൺട്രപ്രണർമാരായിട്ടോ തൊഴിലാളികളായിട്ടോ ഉപയോഗിക്കുവാനുള്ള എന്തെങ്കിലും സംവിധാനത്തെപ്പറ്റി സർക്കാർ ആലോചിക്കുന്നുണ്ടോ? സർ, അത്തരം ആളുകളുടെ സഹായം സ്വീകരിക്കാനുള്ള വിപുലമായൊരു പദ്ധതി തന്നെയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ നടപടികൾ നല്ല നിലക്ക് തുറന്നു പോകുന്നുണ്ട്. അത് ഇങ്ങോട്ട് വന്നവരുടെ കാര്യത്തിൽ മാത്രമല്ല, അവിടെയുള്ള ഒട്ടേറെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദിഷ്ണാശാലികളുണ്ട്. അത്തരം ആളുകളുടെ സഹായവും സ്വീകരിക്കാനുള്ള നടപടികൾ നാം സ്വീകരിച്ചു വരുന്നുണ്ട്. അവരുടെ മുൻകൈയുടെ ഭാഗമായി ആരംഭിക്കുന്ന സംരംഭങ്ങൾ മാത്രമല്ല, മറ്റു തരത്തിൽ സംസ്ഥാനത്തെ സഹായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നടപടികൾക്കും സഹായം തേടുന്നുണ്ട്. മാത്യു ടി തോമസ്. വിദേശത്ത് വെച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ പരിക്കേൽക്കുകയും ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് ചെയ്യുന്ന ധനസഹായത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടിയിലുണ്ട്. വിദേശത്ത് വെച്ച് മരണപ്പെടുന്ന ആളുകളുടെ പെട്ടെന്ന് അപകടം മൂലമോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന രോഗം മൂലമോ മരണപ്പെടുന്ന ആളുകളുടെ മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കാൻ നോർക്കയ്ക്ക് എത്രമാത്രം ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്നുണ്ട്? അത് മോണിറ്റർ ചെയ്യാൻ എന്തെങ്കിലും സംവിധാനമുണ്ട്? ബഹുമാനപ്പെട്ട CM. സർ, ഈ കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ട്. സാധാരണഗതിയിൽ അവിടെയുള്ള എംബസിയും അതോടൊപ്പം നമ്മുടെ സഹോദരങ്ങൾ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുമെല്ലാം ഇക്കാര്യത്തിൽ സഹായിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം നോർക്കയും ഈ രംഗത്ത് നല്ല പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കുക. അതിൻ്റെ കൂടെ തന്നെ അവിടെ വിദേശത്ത് വെച്ച് 6 മാസത്തിൽ കൂടുതൽ താമസിച്ചു വരുന്ന പ്രവാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള
അപകടങ്ങൾ സംഭവിച്ചാൽ അതിനുള്ളൊരു പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി ഇപ്പോൾ നടപ്പാക്കി വരുന്നുണ്ട്. അതിൽ ഗുരുതര അസുഖങ്ങൾക്ക് 1 ലക്ഷം രൂപ, അപകട മരണത്തിന് 2 ലക്ഷം രൂപ, അപകടം മൂലമുള്ള വൈകല്യത്തിന് പരമാവധി 1 ലക്ഷം രൂപ, ഇത്തരത്തിലുള്ള പരിരക്ഷ നൽകി വരുന്നുണ്ട്. പോളിസി പ്രീമിയം തുക 649 രൂപയാണ്. പോളിസിയുടെ കാലാവധി 1 വർഷമാണ്. 2021 മുതൽ 25 വരെയുള്ള 25 ജനുവരി 10 വരെയുള്ള കാലയളവെടുത്താൽ 47,749 പ്രവാസി കേരളീയർ ഈ ഇൻഷുറൻസ് സ്കീമിൽ അംഗമായിട്ടുമുണ്ട്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ സഹായം നൽകിയവരാണ് പ്രവാസികൾ. പക്ഷേ വളരെ മുന്നേ പോയ ആളുകൾ സാധാരണ തരത്തിലുള്ള ജോലിയൊക്കെ ചെയ്ത് തിരിച്ചു വന്ന ആളുകളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലെയല്ല സർ. അത്തരം തിരിച്ചു വന്ന ആളുകൾക്ക് നമ്മുടെ ഇവിടെ ക്ഷേമനിധി ബോർഡിലുള്ള പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് സർ. അതിലൊരുപാട് മാനദണ്ഡങ്ങൾ. ഇപ്പോൾ 60 വയസ്സ് വരെ പാടുള്ള 60 വയസ്സിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ഉടനെ അപേക്ഷിച്ചാൽ പിന്നെ അവർക്ക് ആ പെൻഷൻ കിട്ടില്ല. അവരതിൽ ക്ഷേമനിധി പണം അടച്ചാലും ആ പെൻഷൻ കിട്ടാത്ത തരത്തിലുള്ള മാനദണ്ഡങ്ങളുണ്ട് സർ. അതുകൊണ്ട് ഒരുപാട് പ്രയാസമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്താനും സാധിക്കുന്നില്ല. സോ ഇതുകൊണ്ട് പരിഹരിച്ച് അവർക്ക് ആ മാനദണ്ഡങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പണം അടച്ചവർക്ക് മാനദണ്ഡങ്ങളിൽ വരുത്തി അവർക്ക് പെൻഷൻ ലഭിക്കുന്നതിനും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അവർ ഉൾപ്പെടുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം സർ. സർ, മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം തന്നെ അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ ആളുകൾ തയ്യാറാകുന്നുണ്ട്. അത് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നതിന് എന്താണോ വേണ്ടത് അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നേരത്തെ ബഹുമാനായ മാത്യു ടി തോമസ് ചോദിച്ച ചോദ്യത്തിന് ഒരു നോർക്ക എമർജൻസി റിപ്പാട്രിയേഷൻ ഫണ്ടും അതിൻ്റെ നോർക്ക അസിസ്റ്റഡ് ബോഡി റിപ്പാട്രിയേഷൻ പദ്ധതിയും നിലവിലുണ്ട്. അതിലൂടെയാണ് ഈ പറയുന്ന സഹായങ്ങൾ ചെയ്യുന്നത്, ബോഡി കൊണ്ടുവരുന്നതിനുള്ള. ചോദ്യം നമ്പർ 452 ശ്രീ എ പി അനിൽകുമാർ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, ഉത്തരം മേശപ്പുറത്ത് വയ്ക്കും. താങ്ക് യു. ശ്രീ എ പി അനിൽകുമാർ. സർ, UPA സർക്കാർ കൊണ്ടുവന്ന രാജ്യത്തിന് തന്നെ മാതൃകയായ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. സർ, എന്നാൽ കഴിഞ്ഞ വർഷം കേരളത്തിൽ തൊഴിലുറപ്പ് എടുക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് കാണപ്പെടുന്നത്. സർ, ഏകദേശം 1.5 ലക്ഷം പേരാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഒഴിവായിരിക്കുന്നത്. സർ, പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട്. സർ, ഏത് സാഹചര്യത്തിലാണ് ഇത്രയും വലിയ കുറവ് വന്നത് എന്ന് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ? സർ, 24-25 വർഷത്തേക്ക് 10.5 കോടി തൊഴിൽ ദിനങ്ങളുടെ പ്രപ്പോസലാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചത്. ആ 10.5 കോടി തൊഴിൽ ദിനങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അനുവദിച്ചത് 6 കോടി തൊഴിൽ ദിനങ്ങൾ മാത്രമാണ്. പക്ഷേ ഇപ്പോൾ 19/3/25 വരെയുള്ള കണക്കനുസരിച്ച് 8.57 കോടി തൊഴിൽ ദിനങ്ങൾ അനുവദിച്ചതിൻ്റെ 146% തൊഴിൽ ദിനങ്ങൾ സംസ്ഥാനം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ 6 കോടി മാത്രമേ അനുവദിച്ചുള്ളൂ എന്നതുകൊണ്ട് തന്നെ വലിയ ഒരു തുക കുടിശ്ശികയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ വേതന ഇനത്തിൽ കുടിശ്ശിക 578.125 കോടി രൂപയാണ്. മെറ്റീരിയൽ ഘടകമിനത്തിൽ 57.3148 കോടി രൂപയും ഭരണച്ചെലവ് ഘടകമിനത്തിൽ 176.5367 കോടി രൂപയും കുടിശ്ശികയാണ്. ആകെ നോക്കിയാൽ കേന്ദ്രത്തിൽ നിന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന് ലഭിക്കാനുള്ള കുടിശ്ശിക 811.977 കോടി രൂപയാണ്. ഇത്രയും വലിയ കുടിശ്ശിക, അതിൽ ഗണ്യമായൊരു കുടിശ്ശിക 578 കോടി കൂലി ഇനത്തിലാണ്. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ഈ വർഷം കഴിഞ്ഞ തവണ 10.5 കോടി ആവശ്യപ്പെട്ടു, 6 കോടി അനുവദിച്ചു, 8.57 കോടി നമ്മൾ സൃഷ്ടിച്ചു, ബാക്കി അനുവദിച്ചിട്ടില്ല. 25-26 ലേബർ ബജറ്റ് പ്രപ്പോസൽ നമ്മൾ 11 കോടി തൊഴിൽ ദിനങ്ങൾ ആവശ്യപ്പെട്ടു, അനുവദിച്ചത് വെറും 5 കോടിയാണ്. എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടതിൻ്റെ പകുതിയിൽ താഴെ. കഴിഞ്ഞ വർഷം 6 കോടി അനുവദിച്ചപ്പോൾ ഇത്തവണ വീണ്ടും വെട്ടിക്കുറച്ചു. ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം. ഈ സമീപനമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിനെ കേരളത്തിൽ ബാധിക്കുന്നത്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യയിൽ ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പിനെ ആസൂത്രിതമായി
ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, ഓരോ യൂണിയൻ ബജറ്റ് വരുമ്പോഴും തൊഴിലുറപ്പിനുള്ള വിഹിതം ആനുപാതികമായിട്ട് വെട്ടിക്കുറയ്ക്കുകയാണ്. ഇപ്പോൾ ഡിമാൻഡ് ഡ്രിവൺ സ്കീമാണ്. നിയമപ്രകാരം തന്നെ, ആക്ട് അനുസരിച്ച് തന്നെ ആവശ്യപ്പെടുന്നവർക്കെല്ലാം ജോലി കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നിരവധി തവണ, ഇപ്പോൾ ഈ 8.57 കോടി തൊഴിൽ ദിനം നമ്മൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ നിരവധി തവണ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഡിമാൻഡ് ഡ്രിവൺ ആണ്, നമ്മൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 85.64 അനുവദിച്ചതിൻ്റെ 85.64% തന്നെ ലേബർ ബജറ്റ് പുതുക്കാൻ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന് കത്ത് നൽകി. ഒരു പ്രതികരണം ഉണ്ടായില്ല. 93.5% അധികരിച്ചപ്പോൾ വീണ്ടും ഒരു പ്രപ്പോസൽ കൂടി നൽകി. ഒരു പ്രതികരണവും ഉണ്ടായില്ല, ഒരു നടപടിയും സ്വീകരിച്ചില്ല. പിന്നെ നമ്മൾ പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ, അതുപോലെ തന്നെ മിഷൻ തലത്തിൽ, ആദ്യം മിഷൻ തലത്തിൽ പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിലൊക്കെ ഗ്രാമവികസന മന്ത്രാലയത്തിന് നമ്മൾ കത്തുകൾ നൽകിയിട്ടുണ്ട്. എംപവേർഡ് കമ്മിറ്റി മീറ്റിംഗ് ചേർന്നപ്പോൾ അവിടെയും നമ്മൾ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു പ്രതികരണം ഉണ്ടായില്ല. ഒടുവിൽ മന്ത്രിതലത്തിൽ തന്നെ മന്ത്രി എന്ന നിലയിൽ കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്, ഇത് വർദ്ധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള MP-മാർ കൂട്ടായി വളരെ ഗൗരവത്തോടു കൂടി ഇടപെടേണ്ട വിഷയമാണ്. സംസ്ഥാനത്തിന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതി ഇതാണ്. പക്ഷെ അതിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഇതിൽ കൂട്ടായിട്ടുള്ള സമ്മർദ്ദം ഉയർന്നു വരേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, കേന്ദ്രത്തിൻ്റെ ഒരു പ്രഖ്യാപിത നയം പോലെയാണ് സാർ ഈ പദ്ധതി ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, അതോടൊപ്പം തന്നെ സാർ, തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലിടങ്ങളിലെ നിബന്ധനകൾ കൂടുതൽ കർക്കശമായിക്കൊണ്ടിരിക്കുകയാണ് സാർ. കേവലം 346 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. പക്ഷേ അവർ അധ്വാനം കൂടിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ നിബന്ധനകൾ വരുന്നു. ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ 346 രൂപ വർദ്ധിപ്പിക്കണമെന്ന് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളവും അത്തരമൊരു നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ വെച്ചിട്ടുണ്ടോ? സാർ, നിബന്ധനകളെല്ലാം അടിച്ചേൽപ്പിക്കുന്നത്, തുടർച്ചയായി പുതിയ പുതിയ നിബന്ധനകൾ കൊണ്ടുവരുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. തൊഴിലുറപ്പിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ, നിർത്തലാക്കാനാവില്ല. അപ്പോൾ ആസൂത്രിതമായിട്ട് അതിനെ അനാകർഷകമാക്കി മാറ്റുക എന്നതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഒരു സമീപനം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത്. അതുകൊണ്ടാണ് കുടിശ്ശിക ദീർഘകാലം നിലനിർത്തുന്നത്. എടുത്ത പണിക്ക് കൂലി കിട്ടാത്ത സ്ഥിതി വരുമ്പോൾ പിന്നെ ആളുകൾക്ക് താല്പര്യമില്ലാതെ വരും. അപ്പം അങ്ങനെ വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കം, ഇതിനെ അനാകർഷകമാക്കി ആളുകളെ ഇതിൽ നിന്ന് അകറ്റാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂലിയുടെ കാര്യം പറഞ്ഞാൽ, സർ, മിനിമം കൂലി കിട്ടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. മിനിമം കൂലി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ 3/3/2025 സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപന പ്രകാരം കേരളത്തിലെ കാർഷിക മേഖലയിലെ തൊഴിലാളികൾക്ക് കഠിനമായ ജോലിക്ക് 830, കാഠിന്യം കുറഞ്ഞ ജോലിക്ക് 710 നിരക്കിലാണ് കുറഞ്ഞ കൂലിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. തൊഴിലുറപ്പിൽ കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ളത് 346. അപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ മിനിമം കൂലിയുടെ പകുതി പോലും കിട്ടുന്നില്ല എന്നതാണ് വസ്തുത. എന്നാൽ നമ്മളിവിടെ ചില വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 100 ദിവസം ജോലി എടുത്തവർക്ക് 1000 രൂപ മോണോ അലവൻസ് ഇന്ത്യയിൽ കേരളം മാത്രമാണ് അത് നടപ്പാക്കുന്നത്. ഇപ്പോൾ ട്രൈബൽ മേഖലയിൽ ട്രൈബൽ പ്ലസ് നടപ്പാക്കുന്നുണ്ട്. അങ്ങേക്ക് അറിയാവുന്നതുപോലെ 100 ദിവസം കേന്ദ്രം അനുവദിക്കുന്നത് നിയമത്തിൽ പറയുന്ന 100 ദിവസമാണ്. നമ്മൾ അധികം 100 ദിവസം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഈ പട്ടികവർഗ മേഖലയിൽ മാത്രം നമ്മൾ 19 കോടിയോളം രൂപ അധികമായിട്ട് കേരളത്തിൻ്റെ ട്രൈബൽ പ്ലസിൻ്റെ ഭാഗമായിട്ട് അവിടെ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറഞ്ഞ കൂലിക്ക് മിനിമം വേജസിന് അർഹതയുണ്ടെന്ന് 2011 കർണാടക ഹൈക്കോടതിയുടെ വിധിയുണ്ട്. എന്നാൽ ആ കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്, അങ്ങയുടെ UPA ഗവൺമെൻറ് തന്നെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ആ കർണാടക ഹൈക്കോടതി മിനിമം കൂലി കൊടുക്കണമെന്ന വിധിക്കെതിരായിട്ട് പാർലമെൻറ്റിൽ അന്നത്തെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ജയറാം രമേശ് നൽകിയിട്ടുള്ള മറുപടിയുമുണ്ട്. അപ്പോൾ മിനിമം വേജസ് ആക്ട് പ്രകാരമുള്ള കൂലി കൊടുക്കണമെന്ന് നിരവധി പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയുണ്ട് സർ. പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിരന്തരമായിട്ടുള്ള ശുപാർശകളുണ്ട്. ഇതിനു മുമ്പുള്ള കേന്ദ്ര ഗവൺമെൻറ്റും ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ അത് അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2013 കേന്ദ്ര സർക്കാർ തന്നെ UPA ഗവൺമെൻറ് തന്നെ നിയോഗിച്ച മഹേന്ദ്രദേവ് കമ്മിറ്റി ഓരോ സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന മിനിമം കൂലി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കൂലി ഏതാണോ കൂടുതൽ അത് കൊടുക്കണം എന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതും പാലിക്കപ്പെട്ടിട്ടില്ല. ഒരു കേന്ദ്ര ഗവൺമെൻറ്റും അത് പാലിച്ചിട്ടില്ല. ഇപ്പോൾ
അഗ്രികൾച്ചറൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരമാണ് കൂലി നിശ്ചയിക്കുന്നത്. അതിന് പകരം റൂറൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കൂലി നിശ്ചയിക്കേണ്ടതെന്ന് മഹേന്ദ്രദേവ് കമ്മിറ്റിയുടെ ശുപാർശയുണ്ട്. ഈ ശുപാർശകളൊക്കെ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ശ്രീ അൻവർ സാദത്ത്. സാർ, തൊഴിലുറപ്പ് പദ്ധതി ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ തന്നെ കൂടുതൽ സുരക്ഷിതമാക്കി. കാരണം പൈസ നമുക്കറിയാം റൊട്ടേറ്റിംഗ് നടക്കും, അവർക്ക് സാധാരണക്കാരെ ജനങ്ങൾ ഇത് പിന്നെ മാർക്കറ്റിലേക്ക് പോകുന്നു. ഈ പദ്ധതി ഇവിടെ സൂചിപ്പിച്ച പോലെ കേന്ദ്ര ഗവൺമെൻറ് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറേ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 3 മാസമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ അവർക്കുള്ള അവർ കഠിനാധ്വാനം നടത്തി ജോലി ചെയ്ത പൈസ കൊടുക്കാനുള്ളത്, പൈസ കൊടുക്കാൻ അത് ഏത് രീതിയിലേക്ക് നമുക്ക് എത്രയും വേഗം അത് കൊടുക്കാൻ സാധിക്കുമോ എന്നത്തേക്ക് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടാനുള്ളതാണെങ്കിൽ അത് ഗവൺമെൻറ്റിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ സാധാരണക്കാരായ തൊഴിലാളികളുടെ തൊഴിൽ ചെയ്ത തുക എന്ന് കൊടുക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, ഞാനതിനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്നു. 811.977 കോടി രൂപ 3 ഇനത്തിലുമായി കൂലി, മെറ്റീരിയൽ ഘടകം, അതുപോലെ തന്നെ ഭരണച്ചെലവ് ഇനങ്ങളിലായിട്ട് കുടിശ്ശികയാണ്. അത് കേന്ദ്രത്തിൽ നിന്ന് നേരിട്ടാണ് കേന്ദ്രം കൊടുക്കുന്നത്. സംസ്ഥാനം വാങ്ങിക്കൊടുക്കല്ല, DBT ആണ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി കേന്ദ്രം നേരിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബഹുമാനായിട്ടുള്ള അംഗം ശ്രീ അൻവർ സാദത്തിന് സ്വാധീനിക്കാൻ കഴിയുന്ന 18 MP-മാർ ഡൽഹിയിലുണ്ട്. അവരോട് കൂടി ഇക്കാര്യം ഒന്ന് ആവശ്യപ്പെടുക. സംസ്ഥാനം നിരന്തരം, ഞാനിവിടെ പറഞ്ഞല്ലോ, എല്ലാ തലങ്ങളിലും കത്തയക്കുകയും സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂട്ടായിട്ട് സമ്മർദ്ദം ചെലുത്തി ഇത് വാങ്ങിയെടുക്കണം. ശ്രീമതി KK രമ. സർ, തൊഴിലുറപ്പ് തൊഴിലാളികളിൽ നിന്ന് മാറ്റുമാരായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ചില ഭേദഗതികൾ, അതിൻ്റെ മാനദണ്ഡവുമായിട്ട് ചില ഭേദഗതികൾ ഈ സർക്കാർ മാറ്റിയിരുന്നു. അത് പ്രകാരം 10ാം ക്ലാസ് പാസ്സാക്കുകയോ കുടുംബശ്രീ അംഗമായിരിക്കണോ ചെയ്യുന്ന അതാണ് ഒരു ഭേദഗതി. അതിൽ പലപ്പോഴും മാറ്റുമാരെ കിട്ടാൻ പ്രയാസം അനുഭവിക്കുകയാണ് സാർ. ഈ ഒന്നുകിൽ 10ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് കുടുംബശ്രീ അംഗമായിരിക്കില്ല, കുടുംബശ്രീ അംഗങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സാവാത്തവരുണ്ടാവും, അല്ലെങ്കിൽ പ്രായമായ ആളുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രയാസം നേരിടുന്നുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ അംഗമായ കുടുംബാംഗങ്ങൾക്ക് കൂടി മേറ്റുമാരായി തീരുമാനിക്കാൻ കഴിയുമോ എന്ന ഭേദഗതി വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. യെസ് മിനിസ്റ്റർ. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. ശ്രീ ചാണ്ടി ഉമ്മൻ. സർ, വളരെ സമഗ്രമായ ഒരു നിയമമാണ് UPA സർക്കാർ കൊണ്ടുവന്നത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട്. അതിനകത്ത് ജോലി പൂർത്തിയായി 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകിയില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകാനും, 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ കിട്ടിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകാനുമെല്ലാം തൊഴിലുറപ്പ് നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. നഷ്ടപരിഹാരം നൽകേണ്ടത് സംസ്ഥാന തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്നുമാണ്. ഇതിവിടെ പാലിക്കുന്നുണ്ടോ? സംസ്ഥാന തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാര തുക നൽകിയിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര? യെസ് മിനിസ്റ്റർ. സർ, 15 ദിവസത്തിനകം വേതനം ലഭ്യമാവാത്ത സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് 0.05% കോമ്പൻസേഷൻ നൽകാനുള്ള വ്യവസ്ഥ തൊഴിലുറപ്പ് നിയമപ്രകാരമുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ കാലതാമസം വരുത്തുന്നത് കൊണ്ട്, കുടിശ്ശിക വരുത്തുന്നത് കൊണ്ടുണ്ടാവുന്ന കാലതാമസത്തിന് കേന്ദ്ര സർക്കാരാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. തൊഴിലുറപ്പ് നിയമം കേന്ദ്ര നിയമമാണല്ലോ. ആ നിയമപ്രകാരം പദ്ധതി കേന്ദ്ര പദ്ധതിയാണ്. അപ്പം അതുകൊണ്ട് കേന്ദ്ര സർക്കാരാണ് കാലതാമസം നൽകേണ്ടത്. ഇതുവരെ കേന്ദ്ര സർക്കാർ കാലതാമസം നൽകിയിട്ടില്ല. അപ്പോൾ 15 ദിവസത്തിനകം വേതന വിതരണം പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ കൃത്യസമയത്ത് സംസ്ഥാനത്ത് ചെയ്തു വരുന്നുണ്ട്. മസ്റ്റർ റോൾ ക്ലോസായി 7 ദിവസത്തിനകമാണ് സംസ്ഥാന തലത്തിൽ നടപടികൾ ചെയ്യേണ്ടത്. സംസ്ഥാനത്തെ 98% മസ്റ്റർ റോളുകളും ഈ സമയപരിധി പാലിച്ചിട്ടുണ്ട്. അത് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ഭംഗിയായി, ഏറ്റവും മികച്ച നിലയിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നത്. അത് തെളിയിക്കുന്ന ചില വസ്തുതകൾ കൂടി നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പോൾ ആകെ തൊഴിൽ ലഭിച്ച കുടുംബങ്ങളിൽ 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയ കുടുംബങ്ങളുടെ ശതമാനം എടുത്താൽ ഇന്ത്യയിൽ ഒന്നാമത് കേരളമാണ്. 100 ദിവസം പൂർത്തിയാക്കിയ കുടുംബങ്ങളുടെ ശതമാനം ST വിഭാഗത്തിൽ എടുത്താൽ ഇന്ത്യയിൽ ഒന്നാമത് കേരളമാണ്. SC വിഭാഗത്തിൽ 100 ദിവസം പൂർത്തിയാക്കിയ കുടുംബങ്ങളുടെ ശതമാനം എടുത്താൽ ഇന്ത്യയിൽ ഒന്നാമത് കേരളമാണ്. ശരാശരി SC വിഭാഗത്തിൻ്റെ ശരാശരി തൊഴിൽ ദിനങ്ങൾ എടുത്താൽ ഇന്ത്യയിൽ ഒന്നാമത് കേരളമാണ്. വനിതകൾക്ക് സൃഷ്ടിച്ചിട്ടുള്ള തൊഴിൽ ദിനങ്ങളുടെ ശതമാനം, ആകെ തൊഴിൽ ദിനങ്ങളിൽ വനിതകൾക്ക് സൃഷ്ടിച്ച തൊഴിൽ ദിനങ്ങളുടെ ശതമാനം എടുത്താൽ ഇന്ത്യയിൽ ഒന്നാമത് കേരളമാണ്. 24-25 കണക്കാണ്. അതുപോലെ ശരാശരി ST വിഭാഗത്തിൻ്റെ തൊഴിൽ ദിനങ്ങൾ എടുത്താൽ ഇന്ത്യയിൽ രണ്ടാമത് കേരളമാണ്. ശരാശരി തൊഴിൽ ദിനങ്ങൾ 100 ദിവസം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ നിലയിൽ
പ്രധാനപ്പെട്ട ഏത് മാനദണ്ഡം എടുത്താലും കേരളം ഒന്നാമതാണ്. ഒരു മാനദണ്ഡത്തിൽ കേരളം ഇന്ത്യയിൽ രണ്ടാമതാണ്. ഇത്ര മികച്ച നിലയിൽ നടപ്പാക്കുന്ന അതിന് പുറമെയാണ് കേരളത്തിൻ്റെ ട്രൈബൽ പ്ലസ്, സ്വന്തമായിട്ടുള്ള നഗര തൊഴിലുറപ്പ് പദ്ധതി. ഇതെല്ലാം കേരളത്തിൻ്റെ തനതായിട്ടുള്ള പദ്ധതികളാണ്. ഇങ്ങനെ ഭംഗിയായിട്ട് നടപ്പാക്കുന്ന ഒരു സംസ്ഥാനത്തോടാണ് കേന്ദ്ര സർക്കാർ ഈ വിവേചനം കാണിക്കുന്നത് എന്നതാണ് നമ്മൾ കാണുന്നത്. ശ്രീ ടി പി രാമകൃഷ്ണൻ. ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകി വരുന്ന കൂലി 346 രൂപയാണ്. ഇന്ത്യയിലെ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഒരു ദിവസം ജോലി ചെയ്താൽ 600 രൂപ കൂലി കിട്ടണമെന്നും 200 തൊഴിൽ ദിനങ്ങൾ ഏർപ്പെടുത്തണമെന്നുമുള്ളതാണ് ട്രേഡ് യൂണിയൻ സംഘടനകൾ ഉന്നയിക്കുന്ന ആവശ്യം. ഈ ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് മെയ് 20-ാം തീയതി എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളും ചേർന്ന് അഖിലേന്ത്യാ തലത്തിൽ പണിമുടക്കമാണ്. ഈ പ്രശ്നത്തിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ നിലപാടെന്താണ് എന്നുള്ളത് വ്യക്തമാക്കാം. മിനിസ്റ്റർ. സർ, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മിനിമം കൂലി നിശ്ചയിച്ചിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മിനിമം കൂലി ലഭിക്കുന്ന സംസ്ഥാനവും കേരളമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കേരളത്തിൻ്റെ ഒരു വലിയ ജനകീയ സമര പാരമ്പര്യങ്ങളുടെ, തൊഴിലാളികൾ നടത്തിയിട്ടുള്ള സമരങ്ങളുടെയൊക്കെ ഫലമായിട്ട് കേരളം കൈവരിച്ച നേട്ടമാണ്. കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിയുടെയും നേട്ടമാണ്. അപ്പം അത് ആ കാര്യത്തിൽ മിനിമം കൂലി കിട്ടണമെന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം. പണിയെടുക്കുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ മിനിമം കൂലി കിട്ടണമെന്ന് തന്നെയാണ് അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞു, 2005-ൽ തൊഴിൽ ഉറപ്പ് നിയമം ആദ്യം വിഭാവനം ചെയ്തപ്പോൾ മിനിമം കൂലി ആണ് നിശ്ചയിച്ചിരുന്നത്, മിനിമം കൂലി ആണ് കണ്ടിരുന്നത്, കൊടുക്കണമെന്നതാണ്. എന്നാൽ അതിൽ വെള്ളം ചേർത്തത്, ഇപ്പോൾ നേരത്തെ ബഹുമാനരായിട്ടുള്ള ചില അംഗങ്ങൾ പറഞ്ഞു, മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ വിപ്ലവകരമായിട്ടുള്ള നിയമനിർമ്മാണമാണ് എന്ന്. മിനിമം കൂലി എന്നതിൽ വെള്ളം ചേർത്തതും അതേ സർക്കാർ തന്നെയാണ്. ഞാനിവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. 2011-ൽ കർണാടക ഹൈക്കോടതി മിനിമം കൂലിക്ക് അർഹതയുണ്ടെന്ന് വിധിച്ചപ്പോൾ അതിനെതിരെ അപ്പീൽ പോയത് UPA ഗവൺമെൻറ്റാണ്. പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ളവരുടെ ശുപാർശ തള്ളിയത് UPA ഗവൺമെൻറ്റാണ്. അപ്പോൾ കേരളത്തിൽ കിട്ടുന്നത് കേരളത്തിൽ നിലവിൽ ഉള്ള മിനിമം കൂലിയുടെ പകുതിയിൽ താഴെയാണ്. അപ്പോൾ മിനിമം കൂലി എന്ന ആവശ്യത്തോട് യോജിപ്പാണ്. ശ്രീ KD പ്രസേനൻ. സാർ, തരിശുരഹിത കേരളം എന്നത് ഈ സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഭാഗമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ, നിലമൊരുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ സംഭവിക്കുന്നത് തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനുള്ള കുടുംബശ്രീയും കൃഷിക്കൂട്ടങ്ങളും കർഷകരുമെല്ലാം ഇത് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ സന്നദ്ധരാണ്. അങ്ങനെ വരുമ്പോൾ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജീവനക്കാർ, സർവീസ് പെൻഷൻ വാങ്ങുന്നവർ, ഇവരുടെ ഉടമസ്ഥയുള്ള ഭൂമിയാണ് ഏറ്റവും കൂടുതൽ തരിച്ചു കിടക്കുന്നത്. ആ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ഒരുക്കുമ്പോൾ അതിൽ നിലമൊരുക്കാൻ NRIG തൊഴിലാളികൾക്ക് അനുമതി ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അത് പരിഹരിക്കാൻ നമുക്ക് ഏത് തരത്തിൽ ഇടപെടാൻ കഴിയും എന്നതാണ് എൻ്റെ ചോദ്യം. സർ, കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനകൾക്കനുസരിച്ച് മാത്രമേ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാൻ പറ്റൂ. കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനകൾക്കകത്ത് വരുന്നതാണെങ്കിൽ നമുക്ക് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്താം. എന്തായാലും തരിശ് നിലം കൃഷിയോഗ്യമാക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രകൃതി വിഭവ പരിപാലന പ്രവർത്തനങ്ങൾ, പൊതുകുളങ്ങളുടെ പുനരുദ്ധാരണം, കാർഷിക കുളങ്ങളുടെ നിർമ്മാണം, ഗ്രാമീണ റോഡുകൾ, സ്കൂളുകൾക്കുള്ള ശുചിമുറി നിർമ്മിക്കൽ, സ്കൂൾ അടുക്കളകൾ, സ്കൂൾ ചുറ്റുമതിലുകൾ, കളിസ്ഥലങ്ങളുടെ നിർമ്മാണം തുടങ്ങിയവയൊക്കെ നമ്മളിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, മാലിന്യമുക്ത നവകേരളത്തിൽ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് തൊഴിലുറപ്പിനെ നന്നായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശുചിത്വ കേരളത്തിൻ്റെ ഭാഗമായി 13,795 സോക്ക് പിറ്റ്, 3,878 കമ്പോസ്റ്റ് പിറ്റ് എന്നിവ ലഭ്യമാക്കാൻ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ചോദ്യം നമ്പർ 453 ശ്രീ P. നന്ദകുമാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്തുന്നതിന് മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നത്. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ട് ലോകപ്രശസ്തമായ തൃശ്ശൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് 1/3/25 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നിരുന്നു. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിലെ നിബന്ധനകൾ നടപ്പിലാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ യോഗം വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ സാധ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന്
ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയലിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ കത്ത് നൽകിയിട്ടുണ്ടെന്ന വിവരം യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. പൂരം നടത്തിപ്പിൽ യാതൊരു അനിശ്ചിതത്വവും ഉണ്ടാകാതിരിക്കുന്നതിനുള്ള നടപടികളാണ് യോഗം ചർച്ച ചെയ്തത്. ബി. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിക്ക് അയച്ച കത്ത് അനുബന്ധം 1 നോട്ടിഫിക്കേഷൻ്റെ പകർപ്പ് അനുബന്ധം 2 ചേർക്കുന്നു. 11/10/24 കേന്ദ്ര സർക്കാർ എക്സ്പ്ലോസീവ് ചട്ടങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതി തൃശ്ശൂർ പൂരം ഉൾപ്പെടെ സംസ്ഥാനത്ത് വിവിധ ആരാധനാലയങ്ങളിൽ നടക്കുന്ന വെടിക്കെട്ടുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ്. വെടിക്കെട്ട് പുരയിൽ നിന്നും 200 മീറ്റർ അകലെയാകണം വെടിക്കെട്ട് നടത്തേണ്ടത് എന്നാണ് പ്രധാന ഭേദഗതി. വെടിക്കെട്ട് സ്ഥലത്തെ ബാരിക്കേഡിൽ നിന്ന് 100 മീറ്റർ അകലെയായിരിക്കണം വെടിക്കെട്ട് വീക്ഷിക്കുന്നവരെ നിർത്തേണ്ടത് എന്നും നിബന്ധനയുണ്ട്. വെടിക്കെട്ടിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് പൈപ്പുകളുടെ ഉപയോഗത്തിനും ചില മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുന്നു. ഇതുൾപ്പെടെ 35 ഭേദഗതികളാണ് വിജ്ഞാപനത്തിലുള്ളത്. സർ, സി. ദേവസ്വങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ജില്ലാ ഭരണകൂടവും പോലീസുമായി ചേർന്ന് കേന്ദ്ര നിയമമായ പെസോ ആക്ട് പ്രകാരം പരിശോധന നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും ജില്ലാ ഭരണകൂടവും നടപടികൾ ഇതിനകം കൈക്കൊണ്ടിട്ടുണ്ട്. ഡി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിലെ തീരുമാനപ്രകാരം 14/3/2025 തൃശ്ശൂർ കലക്ട്രേറ്റിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി, റവന്യൂ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ, മേയർ, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഉദ്യോഗസ്ഥർ, തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ, കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്നിവരെ പങ്കെടുപ്പിച്ച് അവലോകന യോഗം ചേർന്നിരുന്നു. പൂരം നടത്തിപ്പ് സുഗമമാക്കുന്നതിനാവശ്യമായ സൗകര്യമൊരുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് എല്ലാ വകുപ്പുകളോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളെ ഉൾപ്പെടുത്തി അവലോകന യോഗങ്ങൾ നടത്തി സമയബന്ധിതമായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. ശ്രീ പി. നന്ദകുമാർ. സർ, തൃശ്ശൂർ പൂരത്തിൻ്റെ മഹത്വം ഏവർക്കും അറിയുന്നതാണ്. പൂരത്തിൻ്റെ പൂരമാണ് തൃശ്ശൂർ പൂരം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ എടുക്കുന്ന മുൻകൈയും ഇടപെടലിനെ സംബന്ധിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ്. സർ, എൻ്റെ ചോദ്യം, പൂരവുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഈ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം അധികൃതർ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടോ? സർ, കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഇപ്പോഴത്തെ പുതിയ ഭേദഗതികളും മറ്റ് വ്യവസ്ഥകളുമെല്ലാം നമ്മുടെ ദേവസ്വങ്ങൾക്ക് പൊതുവിൽ വലിയ ആശങ്ക ഉളവാക്കിയതാണ്. അത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ദേവസ്വങ്ങൾക്കും ബാധകമായതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ആശങ്കകൾ ആ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. അത് സ്വാഭാവികമായും പരിഹരിക്കുന്നതിനാണ് നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയലിന് കത്തയച്ചിട്ടുള്ളത്. അതിനാവശ്യമായ പരിഹാരം ഉണ്ടാവണമെന്ന് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളും പൂരങ്ങളും നേർച്ചകളും പെരുന്നാളുകളും ആചാരപ്രകാരം സുഗമമായി നടത്തുന്നതിന് തടസ്സങ്ങൾ ഒഴിവാക്കാൻ നിയമപരമായ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ സാധിക്കുമോ? സർ, അത് സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായി തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിലാണ് സംസ്ഥാനത്തിന് ഈ കാര്യത്തിൽ മറ്റൊരു നിയമത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കാൻ സാധിക്കുക. ഇവിടെ വരുന്നത് കേന്ദ്ര നിയമം വന്നിരിക്കുന്നു. കേന്ദ്രം ചില നിർദ്ദേശങ്ങളും ഭേദഗതികളും കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ആ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് പ്രത്യേകമായി ഇടപെട്ട് നിയമം കൊണ്ടുവരാൻ സാധാരണഗതിയിൽ കഴിയില്ല. അപ്പോൾ അതിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിലപാടിൽ മാറ്റങ്ങൾ ആവശ്യമാണ്. ആ മാറ്റത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് നാം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സർ, കഴിഞ്ഞ വർഷത്തെ പൂരം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അതില്ലാതെയാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ വർഷം നേരത്തെ അത് സംബന്ധിച്ചുള്ള അവലോകന യോഗങ്ങൾ നടത്തിക്കൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അഭിനന്ദനാർഹമാണ്. എൻ്റെ ചോദ്യം, ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെ വെടിക്കെട്ട്, ആന എഴുന്നള്ളിപ്പ് എന്നിവ നിലവിലുള്ള നിയമങ്ങളും കോടതി ഉത്തരവുകളും പാലിച്ച് നടത്തുന്നതിന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട CM.
സർ, അതിനുള്ള ശ്രമമാണ് നടത്തി വരുന്നത്. ഈ ആചാര അനുഷ്ഠാനങ്ങൾക്ക് മറ്റ് വിഘ്നങ്ങൾ ഉണ്ടാകാതെ പരിപാടികളെല്ലാം ഭംഗിയായി നടത്താൻ കഴിയണമെന്ന് തന്നെയാണ് സർക്കാരും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ദേവസ്വവും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. അതിന് ചില തടസ്സങ്ങൾ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മാറ്റിയെടുക്കാനുള്ള ശ്രമവും ഇതിൻ്റെ കൂടെ നടത്തുകയാണ്. ഏതായാലും പൂരം ഭംഗിയായി നടത്തുക എന്നുള്ളതിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നത്. ശ്രീ മുരളി പെരുന്നല്ലി. സർ, മെയ് 6 നടക്കുന്ന ഈ വർഷത്തെ തൃശ്ശൂർ പൂരം പഴുതടച്ച സുരക്ഷകൾ ഉറപ്പാക്കി നടപ്പാക്കാൻ ആവശ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എടുത്ത നടപടികൾ പൂരപ്രേമികളാകമാനം തന്നെ സന്തോഷത്തിലാണ്. എൻ്റെ ചോദ്യം, പൂരത്തിലെ ഒരു പ്രധാനപ്പെട്ട ആകർഷകമായ ഘടകമാണ് ആനകൾ. അതിന് നാട്ടാന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അത് ലഭ്യമാക്കാൻ കാലതാമസം വരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധയിലുണ്ട്. അതുകൊണ്ട് ആനകളെ എഴുന്നള്ളിക്കുന്നതിനുള്ള ആനകളെ വിശ്രമം, പൊതുജനങ്ങളുടെ സുരക്ഷ എന്നിവ ഉറപ്പാക്കി ആനകളെ എഴുന്നള്ളിക്കാൻ ആവശ്യമായ നടപടിയെടുക്കാൻ തയ്യാറാകും സർ. സർ, ബഹുമാനപ്പെട്ട കോടതികളുടെ ഇടപെടൽ വരുന്നത് ആനകൾക്ക് മറ്റ് പ്രയാസങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതുതന്നെയാണ് നമ്മുടെയും താല്പര്യം. അതിനകത്ത് ആനകൾക്ക് പ്രയാസം ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പൂരം ഭംഗിയായി നടക്കണം, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അക്കാര്യത്തിൽ ഏറെക്കുറെ ധാരണകൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാതെ ആനയുടെ എഴുന്നള്ളിപ്പും മറ്റും നടത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യം. ശ്രീ കെ ഉണ്ണികൃഷ്ണൻ. സർ, ലോകപ്രശസ്തമായ തൃശ്ശൂർ പൂരത്തിൽ അങ്ങയുടെ 1ാം സർക്കാരിൻ്റെ കാലത്ത് വിശ്വാസികളുടെയും വിനോദസഞ്ചാരികളുടെയും അഭിലാഷത്തെ മുൻനിർത്തി 6 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് അതിൻ്റെ എല്ലാ ചടങ്ങുകളിലും മണിക്കൂറുകളോളം പങ്കെടുത്ത ആ ഓർമ്മ ഞാൻ പങ്കുവെക്കുകയാണ്. അങ്ങയോടൊപ്പം ആ ചടങ്ങ് വീക്ഷിക്കാൻ ഞാനും ഉണ്ടായിരുന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്തുന്നതിന് അങ്ങ് എടുത്തിട്ടുള്ള മുൻകൈയിനെയും നടപടികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവലോകന യോഗത്തെ തുടർന്ന് ജില്ലാ ഭരണകൂടത്തെ ചുമതലപ്പെടുത്തിയതനുസരിച്ച് അതിൻ്റെ തുടർച്ചയിൽ യഥാസമയം കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. സർ, വിലയിരുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നേരത്തെ പറഞ്ഞു ദേവസ്വം മന്ത്രിയുടെ ഭാഗമായിട്ടുള്ള അധ്യക്ഷതയുടെ ചേർന്ന യോഗം, അതിന് പുറമെ റവന്യൂ മന്ത്രി, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എല്ലാം പങ്കെടുത്തുകൊണ്ട് മറ്റൊരു യോഗം നടന്നിട്ടുണ്ട്. അത്തരം നടപടികളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള വിലയിരുത്തലുകൾ തന്നെയാണ് നടത്തിപ്പോകുന്നത്. ഇവിടെ ആന എഴുന്നള്ളിപ്പിൽ ആനകൾ തമ്മിലുള്ള ദൂരം നിശ്ചയിക്കാൻ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്താം എന്ന സർക്കാർ നിർദ്ദേശം കോടതി അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് തൃശ്ശൂരിൽ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് 1 മീറ്റർ എന്ന ദൂരപരിധി നിശ്ചയിച്ചു. ഇത് ദേവസ്വങ്ങളടക്കം എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പ്രയാസമില്ലാതെ ആന എഴുന്നള്ളിപ്പ് നടക്കും. ശ്രീ സനീഷ് കുമാർ ജോസഫ്. സർ, തൃശ്ശൂർ പൂരം നടത്തിപ്പിൽ കഴിഞ്ഞ വർഷം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. ആന എഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിലും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള വെടിക്കെട്ടിൻ്റെ കാര്യത്തിലും അനാവശ്യമായ പോലീസ് ഇടപെടലുകളും കോടതി ഇടപെടലുകളും തൃശ്ശൂർ പൂരത്തിൻ്റെ ശോഭ കെടുത്തുന്ന സാഹചര്യമുണ്ടായി. തൃശ്ശൂർ പൂരം മാത്രമല്ല, നെന്മാറ, വല്ലങ്ങി, ഉത്രാളിക്കാവ് അടക്കം നിരവധി ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളും ഈ പ്രതിസന്ധി നേരിടുകയാണ്. ആയിരക്കണക്കിന് വിശ്വാസികളും വിശ്വാസത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള ഈ ഉത്സവങ്ങൾ സംരക്ഷിക്കുന്നതിന് സമഗ്രമായ നിയമം നിർമ്മിക്കുന്നതിന് തയ്യാറാകുമോ? പൂരം എക്സിബിഷന് ദേവസ്വം ബോർഡ് അനാവശ്യമായി വർദ്ധിപ്പിച്ച തറവാടക കുറയ്ക്കുന്നതിന് തയ്യാറാകുമോ? സർ, ഇവിടെ ഇത്തരം കാര്യങ്ങൾ ഭംഗിയായി നടന്നു പോവുക എന്നതിലാണ് സർക്കാരിന് താല്പര്യം. അതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം അവസാനം ഉന്നയിച്ച ആ തറവാടകയുടെ പ്രശ്നമൊക്കെ നല്ല രീതിയിൽ തന്നെ പരിഹരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് സർക്കാർ തന്നെ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല നിലയിൽ ഇടപെട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് സർക്കാർ കാണുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം പരിപാടികൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെ പരിപാടിയായിട്ടല്ല, മൊത്തം നാടിൻ്റെ പരിപാടിയായിട്ടാണ് അതിനെ കാണുന്നത്. അതിന് എല്ലാവിധ പിന്തുണയും നൽകുക എന്നുള്ളതാണ് സർക്കാർ ചെയ്തു വരുന്നത്. ശ്രീ പി ബാലേന്ദ്രൻ. സർ, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകളൊക്കെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ച യോഗം പരിഹരിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി നിൽക്കുന്ന ഏക ആശങ്ക പെസോയുടെ കടുത്ത നിയന്ത്രണം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള പെസോയുടെ കടുത്ത നിയന്ത്രണം വെടിക്കെട്ട് നടത്താൻ ഒരു തടസ്സമാകുന്നു എന്നുള്ളതാണ്.
തറവിലയുടെ ബാക്കി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷവും പൂരത്തിൻ്റെ ചാരുതയ്ക്ക് മാറ്റുകൂട്ടുന്ന വെടിക്കെട്ട് അതിപ്പോഴും ആശങ്കയിലാണ് എന്നുള്ളത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശിവകാശി പടക്കലോബി കേരളത്തിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വെടിക്കെട്ടുകളിൽ വളരെ പെസോയുമായി ബന്ധപ്പെട്ടുള്ള ചില കരുനീക്കങ്ങളിലൂടെ ഇടപെടുന്നുണ്ട് എന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സർ, ഈ വെടിക്കെട്ട് പുരയിൽ നിന്ന് 200 മീറ്റർ അകലെ, അതേപോലെ തന്നെ വെടിക്കെട്ട് സ്ഥലത്തെ ബാരിക്കേഡിൽ നിന്ന് 100 മീറ്റർ അകലെ ആളുകൾ നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകൾ കാലാകാലമായി അവിടെ നടന്നു വരുന്ന പൂരവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന സൗകര്യങ്ങളെ വല്ലാതെ പ്രയാസത്തിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പെസോ കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നത്. അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് നമ്മൾ തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നടപടികളിൽ നമുക്ക് വലിയ തോതിൽ ഇളവ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസിനും മറ്റ് സുരക്ഷാ അധികൃതർക്കുമെല്ലാം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും അത് ഭംഗിയായി നടത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തി വരുന്നത്. പക്ഷേ ഈ പെസോ ആക്ട് പ്രകാരം നമുക്ക് മുഴുവൻ കാര്യങ്ങളും നമ്മൾ മാത്രമായിട്ട് ഇളവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിൽ കേന്ദ്ര ഗവൺമെൻറ് സമ്മതം കൂടി ആവശ്യമായിട്ടുണ്ട്. അതിനുള്ള സമ്മർദ്ദം നമുക്ക് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കാം. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് പോലീസും ജില്ലാ ഭരണകൂടമൊക്കെ ഇതിനകം തന്നെ എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ മാഫിയ പലതരത്തിൽ പ്രവർത്തിക്കാറുണ്ടല്ലോ, അതൊന്നും നമ്മുടെ സംസ്ഥാനത്തെയോ സംസ്ഥാന ഗവൺമെൻറ്റിനെയോ ഇത്തരം കാര്യങ്ങളെയോ ബാധിക്കുന്നതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ KK രാമേന്ദ്രൻ. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ബാരിക്കേഡുകൾ വെച്ച് പൂരാസ്വാദകരെ തടയുന്ന നടപടി ഒഴിവാക്കിക്കൊണ്ട് രാത്രി എഴുന്നള്ളിപ്പ്, പുലർച്ചെ 2 മണിക്കുള്ള എഴുന്നള്ളിപ്പ് എന്നിവ, തിരുവമ്പാടിയുടെയും പാറമക്കാവിൻ്റെയും എഴുന്നള്ളിപ്പുകൾ നിർദ്ദിഷ്ട പന്തലുകളിൽ എത്തിയതിനു ശേഷം മാത്രം വെടിക്കെട്ട് ഒരുക്കങ്ങൾക്കായി സ്വരാജ് ഗ്രൗണ്ടിൽ നിന്നും ആളുകളെ നിർദ്ദിഷ്ട ദൂരത്തിൽ ഒഴിപ്പിക്കാവൂ എന്ന തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ടോ? സർ, ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെ ജില്ലാ ഭരണകൂടവുമൊക്കെ ചേർന്നുകൊണ്ട് വിപുലമായ തയ്യാറെടുപ്പ് ഇത്തരം കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ആളുകൾക്ക് പരമാവധി സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള തരത്തിൽ തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായി നടക്കും എന്ന് നമുക്ക് ഉറപ്പാക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ഷംസുദ്ദീൻ. നമ്മുടെ നാട്ടിലെ പൂരങ്ങളും ക്ഷേത്രോത്സവങ്ങളും മറ്റ് മതപരമായ ആഘോഷങ്ങളൊക്കെ നല്ല നിലയിൽ നടന്നു കാണണമെന്നാണ് കേരളീയർ എല്ലാവരും ആഗ്രഹിക്കുന്നത്. സർ, കഴിഞ്ഞ വർഷത്തെ പൂരത്തിൽ ഉണ്ടായ സങ്കീർണമായ പ്രശ്നങ്ങൾ അത് സംബന്ധിച്ച് സർക്കാർ ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. കാരണം വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, ബോധപൂർവം പൂരം കലക്കി എന്നുള്ളത്. ഇത് സംബന്ധിച്ച് വല്ല പോലീസ് റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ടോ? ആ കാര്യങ്ങൾ വ്യക്തമാക്കാമോ? സർ, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വാഭാവികമായിട്ട് സ്വീകരിച്ചു വരും. ശ്രീ K. ബാബു നെന്മാറ. സർ, പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരമെങ്കിൽ വേലകളുടെ വേലയാണ് നെന്മാറ വല്ലങ്കി വേല. സർ, ഏപ്രിൽ 3-നാണ്. ഞാൻ എല്ലാ സഭാംഗങ്ങളെയും ക്ഷണിക്കുകയാണ്. സർ, എൻ്റെ ചോദ്യം ഇതാണ്. സർ, ഈ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, കുമ്മാട്ടികൾ, വേലകൾ, പൂരങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താൻ, സ്റ്റേജ് പ്രോഗ്രാം നടത്താൻ, വാദ്യകലാകാരന്മാരുടെ വാദ്യം അവതരിപ്പിക്കാനൊക്കെ നിയന്ത്രിതമായ സമയമാണ് 10 മണി വരെ. സർ, അതിൽ 1 മണിക്കൂറെങ്കിലും കൂടുതൽ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട CM. സർ, ഇതൊരു പൊതുവായ പ്രശ്നമാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിലും മറ്റും ഒരു പൊതു നിയന്ത്രണം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. 10 മണിക്ക് ശേഷം സാധാരണ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഉച്ചഭാഷണികൾ ഉണ്ടാകരുത് എന്ന് പൊതുവെ എല്ലാവരും താല്പര്യപ്പെടുന്നതാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ ചരിത്രമെടുത്താൽ ആ ചരിത്രത്തിൻ്റെ ഭാഗമായി കിടക്കുന്നതാണ് ഇത്തരം ഉത്സവങ്ങളും പരിപാടികളുമൊക്കെ. ആ ഉത്സവങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് സ്വാഭാവികമായി ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത് ആ പ്രദേശത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി നിൽക്കുന്നതാണ്.
ആ പ്രദേശത്ത് ആ മൈക്ക് ഉച്ചഭാഷിണിയുടെ ശബ്ദം കേൾക്കുന്നതിൽ വലിയ തോതിലുള്ള അലോസരം അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയുമില്ല. കാരണം കാലാകാലമായി എത്രയോ കാലമായി തലമുറകളായിട്ട് അനുഭവിച്ചു വരുന്നൊരു കാര്യമാണത്. അതിന് തടസ്സമുണ്ടാക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റണം എന്ന് തന്നെയാണ് കാണുന്നത്. ചോദ്യം നമ്പർ 454 ശ്രീമതി CK ആശ, ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. സർ, ഉണ്ട് ലീഗൽ മെട്രോളജി വകുപ്പിൽ താലൂക്ക് തലത്തിൽ ഇൻസ്പെക്ടർ ഓഫീസുകൾ, അസിസ്റ്റന്റ് കൺട്രോളർ ഓഫീസുകൾ, ജില്ലാ തലത്തിൽ ഡെപ്യൂട്ടി കൺട്രോളർ ഓഫീസുകളും പ്രവർത്തിക്കുന്നു സാർ. ഞാനിത് ടേബിൾ ചെയ്യാം സാർ. താങ്ക് യു. ശ്രീമതി CK ആശ. സർ, അളവ് തൂക്ക ഉപകരണങ്ങൾ ലീഗൽ മെട്രോളജി വകുപ്പ് പരിശോധിച്ച് അതിന് കൃത്യത ഉറപ്പുവരുത്തിയതിന് ശേഷം സീൽ ചെയ്ത് അവർക്ക് തിരിച്ചു നൽകിയതിന് ശേഷം അവയിൽ കൃത്രിമം നടക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് തടയാൻ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കാം. സർ, അളവ് തൂക്ക ഉപകരണങ്ങളിലെ കൃത്രിമം തടയുന്നതിനായി വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്താറുണ്ട്. എല്ലാ വർഷവും ത്രാസിൻ്റെ കൃത്യത ഉറപ്പുവരുത്തി ലെഡ് ആൻഡ് വയർ ഉപയോഗിച്ച് മുദ്ര ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ലെഡിൻ്റെ ഭാഗം ചൂടാക്കി ലൂസാക്കി വയർ ഇളക്കി മാറ്റാനുള്ള സാധ്യത നിലവിലുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് തടയുന്നതിനായി പുതിയ സ്പെഷ്യൽ ടാഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള സീലിംഗ് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പോളികാർബൺ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ സ്പെഷ്യൽ സീൽ ഇളക്കി മാറ്റാൻ ശ്രമിച്ചാൽ പൊട്ടിപ്പോകാനിടയുണ്ട്. ഇത് സീൽ ടാമ്പർ ചെയ്യുന്നത് തടയുന്നു. ആദ്യഘട്ടത്തിൽ 3 താലൂക്കുകളിൽ സ്പെഷ്യൽ ടാഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള സീലിംഗ് നടപ്പാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, അളവിലും ഗുണമേന്മയിലും വളരെ വലിയ തട്ടിപ്പ് നടക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ പെട്രോൾ പമ്പുകൾ. പെട്രോൾ പമ്പുകളിലെ വെട്ടിപ്പ് തടയുന്നതിന് എന്തൊക്കെ നടപടികളാണ് ലീഗൽ മെട്രോളജി വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കാം. സർ, തെർമോമീറ്റർ കാലിബ്രേഷൻ യൂണിറ്റ്, വാട്ടർ മീറ്റർ കാലിബ്രേഷൻ യൂണിറ്റ്, ഫ്ലോറോമീറ്റർ കാലിബ്രേഷൻ യൂണിറ്റ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പമ്പിങ്ങിലെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് എന്നിവ പ്രവർത്തനം ആരംഭിച്ചത് ഈ സർക്കാരിൻ്റെ കാലയളവിലാണെന്നുള്ള കാര്യം ഈ സഭയെ ഞാൻ അറിയിക്കുകയാണ് സർ. പെട്രോൾ ഡീസൽ പമ്പുകളിൽ OTP സംവിധാനത്തിലൂടെയാണ് കാലിബ്രേഷൻ നടത്തുന്നത്. കൃത്യത ഉറപ്പാക്കിയ പമ്പുകൾ ഉദ്യോഗസ്ഥരുടെയും കമ്പനി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട ഓയിൽ കമ്പനിയുടെ OTP എൻ്റർ ചെയ്യുന്നതിന് ശേഷമേ സീൽ ചെയ്യാൻ കഴിയൂ. ഇപ്രകാരം സീൽ ചെയ്യുന്ന പമ്പിൻ്റെ K ഫാക്ടർ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തും. വീണ്ടും OTP ലഭിച്ചാൽ മാത്രമേ മെഷീനിൽ അളവ് വ്യത്യാസപ്പെടുത്താൻ കഴിയൂ എന്നതിനാലും അങ്ങനെ ചെയ്താൽ K ഫാക്ടർ മാറുമെന്നതിനാലും അളവിൽ കൃത്രിമം കാണിച്ചാൽ വളരെ വേഗം കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ പമ്പിൽ സൂക്ഷിച്ചിട്ടുള്ള അളവ് പാത്രം ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് അളവ് പരിശോധിക്കാവുന്നതാണ് സർ. ശ്രീ PS സുബാൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ GS ജയലാൽ. സർ, സംസ്ഥാനത്തെ ആശുപത്രികളിലും മറ്റാരോഗ്യ സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന തെർമോമീറ്ററുകളും സ്പിഗ്മോമാനോമീറ്ററുകളും ലീഗൽ മെട്രോളജി വകുപ്പ് കൃത്യത ഉറപ്പുവരുത്താറുണ്ടോ? ഇതിനായി എന്തൊക്കെ നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്? യെസ് മിനിസ്റ്റർ. സർ, തെർമോമീറ്ററുകളും സ്പിഗ്മോമീറ്ററുകളും കാലിബ്രേറ്റ് ചെയ്യുന്നതിനായി എറണാകുളം ലീഗൽ മെട്രോളജി ഭവനിൽ ലാബ് സജ്ജീകരിച്ചിട്ടുണ്ട്. നിലവിൽ മേപ്പടി ഉപകരണങ്ങളുടെ ആദ്യ പരിശോധനയാണ് ഒറിജിനൽ വെരിഫിക്കേഷൻ ഇപ്പോൾ നടക്കുന്നത്. പുനഃപരിശോധന റീവെരിഫിക്കേഷൻ നടത്തുന്നതിനായി കൂടുതൽ ലാബറട്ടറി സൗകര്യങ്ങളും മാൻ പവറും ആവശ്യമായി വരുന്നതാണ്. ഇത്തരം പരിശോധന നടത്തുന്നതിനുള്ള നിയമപരമായ അധികാരം ലീഗൽ മെട്രോളജി വകുപ്പിൽ നിക്ഷിപ്തമാണ്. ശ്രീ വി ശശി. സർ, സംസ്ഥാനത്തെ ഇലക്ട്രിസിറ്റി മീറ്ററുകളും വാട്ടർ മീറ്ററുകളും കാലിബ്രേറ്റ് ചെയ്യുന്നതിനുള്ള നിയമപരമായ അധികാരം ലീഗൽ മെട്രോളജി വകുപ്പിനുണ്ടോ? ഉണ്ടെങ്കിൽ അപ്രകാരം ചെയ്യാറുണ്ടോ? അളവ് തൂക്ക ഉപകരണങ്ങൾ മുദ്ര വയ്ക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാർ സ്വകാര്യ ഏജൻസികൾക്ക് നൽകിയിട്ടുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ലീഗൽ മെട്രോളജി വകുപ്പിന് ഇതെങ്ങനെ ബാധിക്കുന്നുവെന്ന് വ്യക്തമാക്കണം. യെസ് മിനിസ്റ്റർ. സർ, ഇലക്ട്രിസിറ്റി മീറ്ററിൻ്റെ വെരിഫിക്കേഷൻ കേന്ദ്ര സർക്കാർ 2011 ലീഗൽ മെട്രോളജി ജനറൽ റൂൾസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആയത് ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിലേക്ക് പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട്. എറണാകുളത്തുള്ള സെൻട്രൽ ലാബിൽ വാട്ടർ മീറ്റർ കാലിബ്രേഷൻ ലാബിൽ വാട്ടർ മീറ്റർ വെരിഫിക്കേഷനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ പരിശോധന വ്യാപകമാക്കുന്നതിന് കൂടുതൽ ലാബ് സൗകര്യങ്ങളും മാൻ പവറും ആവശ്യമാണ്. 2009 ലീഗൽ മെട്രോളജി ആക്ട് സെക്ഷൻ 24 പ്രകാരം ഗവൺമെൻറ് അപ്രൂവ്ഡ് ടെസ്റ്റ് സെൻറ്റർ ലൈസൻസ് എടുക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അളവ് തൂക്ക ഉപകരണങ്ങൾ വെരിഫിക്കേഷൻ നടത്താനുള്ള അധികാരം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രീ വായൂർ സോമൻ. സർ,
സ്വർണം ഉൾപ്പെടെയുള്ള ലോഹങ്ങളുടെ പ്യൂരിറ്റി നിർണ്ണയിക്കുന്നതിനുള്ള അധികാരവും അതിനുള്ള സംവിധാനവും ലീഗൽ മെട്രോളജി വകുപ്പിനുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനായി എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്? സാർ, സർക്കാരിൻ്റെ സ്വർണത്തിൻ്റെ പരിശുദ്ധി പരിശോധിക്കുന്നതിനായി സെൻട്രൽ ലാബിൽ ഗോൾഡ് അസസിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ലാബറട്ടറി സ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ ഉപഭോക്താക്കൾ ഹാജരാക്കുന്നതോ കോടതി നിർദ്ദേശിക്കുന്നതോ ആയ സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിച്ച് നൽകുന്നുണ്ട്. മേപ്പടി ലാബിന് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ലാബറട്ടറീസ് അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. സ്വർണമൊഴികെയുള്ള ലോഹങ്ങളുടെ ശുദ്ധത പരിശോധിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ 2011 ലീഗൽ മെട്രോളജി റൂൾസിൽ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനാൽ സ്വർണമൊഴികെയുള്ള ലോഹങ്ങളുടെ ശുദ്ധത പരിശോധിക്കുന്നതിന് വകുപ്പിന് നിലവിൽ അധികാരമില്ല. ശ്രീ എം വിൻസെന്റ്. സർ, ഓരോ വർഷവും ശരാശരി 50 കോടിയിലധികം രൂപ സർക്കാരിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വകുപ്പാണ് ലീഗൽ മെട്രോളജി വകുപ്പ്. സർ, എന്നാൽ വാഹനങ്ങളുടെ അപര്യാപ്തത മൂലം പരിശോധനകൾ കുറയുകയാണ്. ഇതുമൂലം ക്രമക്കേടുകൾ പൂർണ്ണമായും പിടിക്കുന്നതിനോ അതുവഴിയുള്ള സർക്കാർ വരുമാനം നഷ്ടപ്പെടുന്നതിനോ തടയാൻ കഴിയുന്നില്ല. എൻ്റെ ചോദ്യം, ലീഗൽ മെട്രോളജി വകുപ്പിൽ വാഹനങ്ങളുടെ അപര്യാപ്തത മൂലം പരിശോധനകൾ കുറഞ്ഞിട്ടുണ്ടോ? ഇത് പരിഹരിക്കാൻ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്? സർ, ലീഗൽ മെട്രോളജി വകുപ്പിൽ 45 വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 8 വാഹനങ്ങൾ 2024 15 വർഷം പൂർത്തിയാക്കിയതിനാൽ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ 37 വാഹനങ്ങളാണ് പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്നത്. അതിൽ 6 വാഹനങ്ങൾ ഈ വർഷം ഡിസംബറിൽ 15 വർഷം പൂർത്തിയാവുകയാണ്. വകുപ്പിൽ നിലവിൽ 83 ഇൻസ്പെക്ടർ ഓഫീസുകളും 18 അസിസ്റ്റന്റ് കൺട്രോൾ ഓഫീസുകളും 30 ഡെപ്യൂട്ടി കൺട്രോൾ ഓഫീസുകളും പ്രവർത്തിക്കുന്നു. ഈ ഓഫീസുകൾ പരിശോധനകൾ നടത്തുന്നത് നിലവിലുള്ള വാഹനങ്ങൾ കൈമാറി ഉപയോഗിച്ചിട്ടാണ്. ഇത് വകുപ്പിൻ്റെ പരിശോധനകളിലെ കാര്യക്ഷമത കുറയ്ക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി കൂടുതൽ വാഹനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നു. ഇപ്പോൾ ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിലും പരിശോധന നന്നായി നടക്കുന്നുണ്ട്. ശ്രീ ചന്ദ്രശേഖരൻ. സാറേ, 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമത്തിൽ അനുശാസിക്കുന്നതനുസരിച്ച് ഉപഭോക്താക്കൾക്ക് അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായും ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നുണ്ടോ? മിനിസ്റ്റർ. സാർ, നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഓരോ ഭാഗമാണ് ഇവിടെ നേരത്തെ പറഞ്ഞ ആൻസറുകൾ. അത് കൃത്യമായി നടപടി സ്വീകരിച്ചു വരുന്നു. ചോദ്യം നമ്പർ 455 ശ്രീ കെ എം സച്ചിൻ ദേവ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഉണ്ട്. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രധാന പ്രത്യാഘാതങ്ങൾ ചുവടെ പറയുന്നു. പെരുമാറ്റ പ്രശ്നങ്ങൾ, ബിഹേവിയറൽ പ്രോബ്ലംസ്, ഡിജിറ്റൽ അടിമത്തം, ഡിജിറ്റൽ എഡിക്ഷൻ, മാനസിക പ്രശ്നങ്ങൾ, സൈക്കോളജിക്കൽ ഇഷ്യൂസ്, ഉറക്ക പ്രശ്നങ്ങൾ, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, കുറവ് പഠനക്ഷമത, ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, നിയമപരവും ധാർമ്മികവുമായ പ്രശ്നങ്ങൾ, ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ്. ബഹുമാനപ്പെട്ട CM ടേബിൾ ചെയ്താൽ ചോദിക്കായിരുന്നു. അല്ല, ടേബിൾ ചെയ്താൽ പറ്റില്ല. കാരണം ഇത് നാടറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ധാരാളം ആളുകൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ ചോദ്യോത്തര സമയം. അപ്പോൾ ഇത് പറഞ്ഞ് ഉത്തരമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അവരെ ശ്രദ്ധയിൽ ഇത് പെടില്ല. അപ്പോൾ അത് ഈ സമയത്തിനുള്ളിൽ തീരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കഴിയാവുന്നത്ര പറയാനാണ് ശ്രമിക്കുന്നത്. സീഡാഡ് മുഖേന നടത്തുന്ന പരിഹാര മാർഗങ്ങൾ. ഡീഡാഡ് സെൻ്ററുകൾ വഴി മാനസികാരോഗ്യ വിദ്യാഭ്യാസം, ഡിജിറ്റൽ എഡിക്ഷൻ ആയവർക്ക് ആവശ്യമായ കൗൺസിലിംഗ്, ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്, സൈബർ സാക്ഷരതാ ക്ലാസുകൾ, നിയമസഹായങ്ങൾ എന്നിവ നൽകി വരുന്നുണ്ട്. മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമായി ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും ഇടവേളയെടുക്കുന്നതിനുള്ള മാർഗങ്ങൾ പരിചയപ്പെടുത്തുകയും ഇത്തരം ഉപകരണങ്ങളെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ പേരൻ്റൽ കൺട്രോൾ രീതികളെക്കുറിച്ചുള്ള അവബോധവും ശരിയായ ഡിജിറ്റൽ ഉപയോഗ സമയം ക്രമീകരിക്കേണ്ട ആവശ്യകതയെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണവും ഡീഡാഡ് വഴി നൽകി വരുന്നു. സർ, BNC മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് അമിത ഉപയോഗം മൂലം കുട്ടികളിലെ ഡിജിറ്റൽ എഡിക്ഷൻ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി സംസ്ഥാനത്ത് അതാത് ജില്ലാ പോലീസ് മേധാവിമാരുടെ കീഴിൽ 6 നഗരങ്ങളിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻ്ററുകൾ ഡീഡാഡ് ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികളിലെ പെരുമാറ്റ വൈകല്യങ്ങൾ, വൈകാരികവും വ്യക്തിപരവുമായ പ്രശ്നങ്ങൾ, പഠന പ്രശ്നങ്ങൾ, ശാരീരികമായ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരം നൽകുന്നതിന്
പരാതികൾ അറിയിക്കുന്നതിനും കേരള പോലീസിൻ്റെ ചിരി ഹെൽപ്പ് ലൈൻ 9497900200 24/7 പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളിലെ മൊബൈൽ എഡിക്ഷൻ ലെവൽ മനസ്സിലാക്കി അതിനനുസരിച്ച് മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കുന്നതിനാവശ്യമായ കൗൺസിലിംഗ് നൽകുന്നതിനും ഇവ നിയന്ത്രിക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഈ മേഖലയിലെ മനഃശാസ്ത്ര വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഉപയോഗപ്പെടുത്തി വരുന്നു. മൊബൈൽ ഫോൺ പോലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം തടയുന്നതിനും ഡിജിറ്റൽ എഡിക്ഷൻ സ്വയം വിലയിരുത്തുവാനും ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിനും സഹായിക്കുന്ന വെൽനസ് ആക്ടിവിറ്റി ആപ്പുകളെക്കുറിച്ചുള്ള അവബോധം, എഡിക്ഷൻ്റെ തോത് മനസ്സിലാക്കുന്നതിനായി സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ടെസ്റ്റ്, ഇൻ്റർനെറ്റ് അഡിക്ഷൻ ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളും DDAD-ൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന പോലീസിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളിൽ ഡിജിറ്റൽ ആസക്തി നിയന്ത്രിക്കാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനുമായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഡിജിറ്റൽ ഡീടോക്സ് അവയർനെസ് പ്രോഗ്രാംസ്, സ്കൂളുകളിലും കോളേജുകളിലും ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻ്ററുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. സൈബർ അവയർനെസ് ക്യാമ്പയിൻസ്, സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സുരക്ഷിതമായ ഇൻ്റർനെറ്റ് ഉപയോഗം സംബന്ധിച്ച പരിശീലനങ്ങൾ. പേരൻറ്റിംഗ് വർക്ക്ഷോപ്പ്, രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികളിൽ ഡിജിറ്റൽ ആസക്തി തിരിച്ചറിയാനും അതിനുള്ള പ്രാധാന്യപരമായ ഇടപെടലുകൾ നിർവഹിക്കാനുമായി പ്രത്യേക പരിശീലനം. കൗൺസലിംഗ് ആൻഡ് തെറാപ്പി സർവീസസ്, ഡിജിറ്റൽ ആസക്തിയുള്ള കുട്ടികൾക്ക് കൗൺസിലിംഗ്, മനഃശാസ്ത്ര ചികിത്സ എന്നിവയിലൂടെ വ്യക്തിഗത സഹായം നൽകുന്നു. കൂടാതെ ഡിജിറ്റൽ ആസക്തിയിൽ നിന്നും യുവതലമുറയെ മോചിപ്പിക്കുന്നതിനായി വിവിധ ഇടങ്ങളിൽ എക്സിബിഷൻ സ്റ്റാളുകൾ സംഘടിപ്പിച്ച് ബോധവൽക്കരണ പരിപാടികൾ നടത്തിവരുന്നു. സർ ഡി, നിലവിൽ 6 ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻ്ററുകൾ തിരുവനന്തപുരം സിറ്റി, കൊല്ലം സിറ്റി, എറണാകുളം സിറ്റി, തൃശ്ശൂർ സിറ്റി, കോഴിക്കോട് സിറ്റി ആൻഡ് കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. DDAD സെൻ്ററുകൾ ആരംഭിച്ചതിന് ശേഷം ഡിജിറ്റൽ ആസക്തിയുള്ള കുട്ടികളും യുവാക്കളും കൗൺസിലിങ്ങിനായി മുന്നോട്ട് വന്നിട്ടുണ്ട്. സൈക്കോളജിസ്റ്റുകൾ, കോർഡിനേറ്റർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ്, ബോധവൽക്കരണം, പരിശീലന പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കപ്പെടുന്നു. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗത്തിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചും സൈബർ സുരക്ഷയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തിവരുന്നു. സർ ഇ, സംസ്ഥാനത്തെ DDAD സെൻ്ററുകൾ നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ ചുവടെ ചേർക്കുന്നു. കൗൺസിലിംഗ് യൂണിറ്റുകൾ, വ്യക്തിഗത കുടുംബ കൗൺസിലിങ്ങിനുള്ള സൗകര്യം, സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ, ഡിജിറ്റൽ ആസക്തി നിയന്ത്രിക്കാൻ വിവിധ ചികിത്സാ പദ്ധതികൾ, വ്യത്യസ്തതയാർന്ന പ്രവർത്തനശീലം, കുട്ടികൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങളോട് ആശ്രിതത്വം കുറയ്ക്കുന്നതിനായി കാലോചിതമായ പ്രോഗ്രാമുകൾ, റിസോഴ്സ് സെൻ്ററുകൾ, ബോധവൽക്കരണത്തിനും പഠനത്തിനുമായി തയ്യാറാക്കിയ വെർച്വൽ റിസോഴ്സ് സെൻ്ററുകൾ, പ്രത്യേക പരിശീലന പരിപാടികൾ, രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ. പദ്ധതി നടപ്പാക്കുന്നതിന് സഹകരിക്കുന്ന പ്രധാന ഏജൻസികൾ കേരള പോലീസ്, ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, മാനസികാരോഗ്യ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സൈബർ സെൽ. ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.